ഇറാൻ യുദ്ധം രണ്ടാഴ്ച കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാനും പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. പരസ്പരമുള്ള ആക്രമണങ്ങളിൽ ഒരു കുറവും കാണുന്നില്ല. ഇറാന്റെ ജീവനാഡി എന്ന് വിളിക്കാവുന്ന ഖാർക്ക് ദ്വീപിൽ അമേരിക്ക 2 തവണ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളുടെ രീതിയിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ആവശ്യത്തിന് മാത്രം B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. പക്ഷേ ഇറാൻ അടുത്ത ഘട്ട യുദ്ധം തുടങ്ങിയെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. തേനീച്ചക്കൂട്ട ആക്രമണം പോലെ ഒരുമിച്ച് ആക്രമണം നടത്തുന്ന ഡ്രോണുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഇറാൻ ആക്രമണത്തിന്റെ കുന്തമുന. അമേരിക്കയുടെ സുഹൃത്തുക്കളായ ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നത് ഇത്തരം ഡ്രോണുകളാണ്. ദീർഘദൂര ആക്രമണങ്ങൾക്ക് മിസൈലുകളും ഉപയോഗിക്കുന്നു. ഇവ രണ്ടും വലിയ സാങ്കേതിക മികവ് വേണ്ടാത്ത തരത്തിലുള്ള പടക്കോപ്പുകളാണ് ഇറാന്. യുദ്ധം 3 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാൻ ആധുനിക ആയുധങ്ങൾ പുറത്തെടുക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ഡാൻസിംഗ് മിസൈൽ അഥവാ നൃത്തക്കാരൻ മിസൈലാണ്. യുദ്ധത്തിൽ ആദ്യമായി സെജ്ജിൽ എന്ന ഡാൻസിംഗ് മിസൈൽ എന്ന വിളിപ്പേരുള്ള മിസൈൽ ഇറാൻ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഈ അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചത്. കഴിഞ്ഞ മാസം 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് സെജ്ജിൽ മിസൈൽ ഉപയോഗിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഇത്. ചൈനയാണ് മിസൈൽ വികസിപ്പിച്ച് ഇറാന് നൽകിയത് എന്നും ചില പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട്. ഏകദേശം 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലിന് 700 കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയും. ഇതിന് സാധാരണ സ്ഫോടക വസ്തുക്കളും ആണവ പോർമുനകളും വഹിക്കാനും കഴിയും. അതാണ് ഇവയെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. ഉയർന്ന ഉയരത്തിൽ ദിശ മാറ്റി സഞ്ചരിക്കാനുള്ള കഴിവുള്ളതിനാൽ ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നു. ഇസ്രയേലിന്റെ പുകൾപെറ്റ അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ വിവരണം പ്രകാരം മിസൈലിന് ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുണ്ട്. വേഗത്തിൽ വിക്ഷേപണത്തിന് സജ്ജമാക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ തന്ത്രപ്രധാനമായ മേന്മ. ഷഹാബ് സീരീസ് പോലുള്ള പഴയ ദ്രാവക ഇന്ധന സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ ഇത് തയ്യാറാക്കാനും വിക്ഷേപിക്കാനും സാധിക്കും. 1990കളുടെ തുടക്കത്തിൽ സെജ്ജിൽ മിസൈലിന്റെ രൂപകൽപ്പന ആരംഭിച്ച് 2008-ൽ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടത്തുകയായിരുന്നു. ആദ്യ പരീക്ഷണ വിക്ഷേപണം നടത്തിയ 2008-ൽ മിസൈൽ ഏകദേശം 800 കിലോമീറ്റർ സഞ്ചരിച്ചു. മെച്ചപ്പെട്ട മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനായി 2009-ൽ രണ്ടാമത്തെ വിക്ഷേപണം നടത്തി. 2009 മുതൽ 4 അധിക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 6ാമത്തെ പരീക്ഷണത്തിനിടെ മിസൈൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഏകദേശം 1900 കിലോമീറ്റർ സഞ്ചരിച്ചതായി റിപ്പോർട്ടുണ്ട്. സജ്ജിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു 2 ഘട്ട ബാലിസ്റ്റിക് മിസൈലാണ്. ഖര ഇന്ധനം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. സജ്ജിൽ അഷുര മിസൈൽ തുടങ്ങിയ മറ്റ് പേരുകളിലും അറിയപ്പെടുന്നു. സെജ്ജിൽ മിസൈൽ പരീക്ഷിച്ച സമയത്ത് ഒരു പ്രതിരോധ ആയുധമാണ് വികസിപ്പിച്ചത്. ഇന്ന് പ്രാദേശിക സംഘർഷത്തിൽ അവ ഉപയോഗിക്കുന്നു. മധ്യ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചാൽ ഏകദേശം 7 മിനിറ്റിനുള്ളിൽ ടെൽ അവീവിൽ എത്താൻ സെജ്ജിൽ മിസൈലിന് കഴിയുമെന്ന് ഇറാൻ മുമ്പ് അവകാശപ്പെട്ടതാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ മിസൈൽ പറന്നുയരുന്നത് എതിരാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനോ അതിനെ പ്രതിരോധിക്കാനോ സമയം നൽകുന്നില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മിസൈൽ പറന്നുയരുന്നതിന് മുൻപ് കണ്ടെത്താനും നശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഉയർന്ന ഉയരത്തിൽ കുതിക്കാനും കഴിയും. സെജ്ജിൽ മിസൈലുകൾക്ക് വകഭേദങ്ങളുണ്ട്. നിലവിലെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ മെച്ചപ്പെട്ട നാവിഗേഷനോടുകൂടിയ സെജ്ജിൽ 2 ആണ്. അതിൽ സംയോജിത GPS-ഉം ഇനേഷൻ ഗൈഡൻസും ഉൾപ്പെടുന്നുണ്ട്. 4000 കിലോമീറ്റർ വരെ വിപുലീകൃത ദൂരപരിധിയുള്ള 3 ഘട്ടങ്ങളുള്ള സെജ്ജിൽ 3 ഇറാൻ ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ സെജ്ജിൽ 2-ന് ഒരു ആന്റി റഡാർ കോട്ടിംഗ് ഉണ്ട്. ഇത് പരമ്പരാഗത വ്യോമ പ്രതിരോധ റഡാറുകൾക്ക് കണ്ടെത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നത് വേവ് 54 എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടികളിൽ സെജ്ജിൽ മിസൈലുകൾ ഉപയോഗിച്ചുവെന്നാണ്. അമേരിക്കൻ കമാൻഡ് സെന്ററുകളെയും തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും മിസൈൽ ലക്ഷ്യമിട്ടു. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ടെൽ അവീവിലെ 140-ലധികം സ്ഥലങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയത് സെജ്ജിലിന്റെ വരവിനെ തുടർന്നായിരുന്നു.
അയൺ ഡോൺ മിസൈലിനെ പ്രതിരോധിച്ചുവെങ്കിലും മിസൈലിന്റെ ശകലങ്ങൾ ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. 3 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഒരു US കോൺസുലേറ്റ് കെട്ടിടത്തിനും കേടുപാടുകൾ വരുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിനെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഖൊറാം ഷഹർ, ഖൈബർ, ഷെഖാൻ, ഖാദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകൾക്കൊപ്പം സെജ്ജിലും വിന്യസിച്ചതായാണ് ഇറാനിയൻ ഗാർഡ് കോപ്സ് അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ അൽ ഹരിർ വ്യോമതാവളം, അലി അൽ സലേം വ്യോമതാവളം, ക്യാമ്പ് അരിഫ്ജാൻ എന്നിവ ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ ആക്രമണം നടത്തിയത്. ഈ കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതായും പരിഭ്രാന്തി പരത്തിയതായും IRGC വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചപ്പോൾ പ്രതിരോധ മിസൈലായി ഇറാൻ സെജ്ജിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അതേസമയം സെജ്ജിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് ഇറാന്റെ ശക്തിയുടെ അടയാളമായിരിക്കില്ല, മറിച്ച് നിരാശയുടെ അടയാളമായിരിക്കാമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. ശത്രുവിനെ വിചാരിച്ച പോലെ മുറിവേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന തോന്നലാണ് സെജ്ജിൽ റേഞ്ച് മിസൈലുകളിലേക്ക് തിരിയാൻ കാരണമെന്ന് ഇവർ അനുമാനിക്കുന്നു. അതിനിടെ യുദ്ധം 17 ദിവസം പിന്നിടുകയാണ്. ഇസ്രയേലിനൊപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈലുകളും ഡ്രോണുകളും വർഷിക്കുന്നത് തുടരുന്നു. പുലർച്ചെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഇന്ധന ടാങ്കിൽ ഡ്രോൺ ആക്രമണമുണ്ടായി. വൻ തീപിടുത്തത്തിന് ഇത് കാരണമായി. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 54ാം തരംഗം അല്ലെങ്കിൽ 54th വേവ് ആരംഭിച്ചത്. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യോമ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഭരണ തീരുമാനമെടുക്കൽ കേന്ദ്രങ്ങളെയും സൈനിക പ്രതിരോധവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇതെന്ന് ഇറാൻ പറയുന്നു. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. മാർച്ച് 1 ജെറുസലേമിനടുത്തുള്ള ബെയ്റ്റ് ഷെമിഷിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ലെബനനിൽ തങ്ങളുടെ 2 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി സൈന്യവും അറിയിച്ചു. യുദ്ധത്തിനിടെ ആകെ 2000-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൂടുതലും ഇറാനികളാണ്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ ഉടനീളം 15,000-ലധികം ലക്ഷ്യങ്ങൾ US ഇസ്രായേൽ സൈന്യങ്ങൾ ആക്രമിച്ചതായി പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. പോരാട്ടം തുടരുന്നതിനിടെ ഏകദേശം 2500 മറൈൻ സൈനികരോടൊപ്പം പെന്റഗൺ USS ട്രിപ്പോളി എന്ന കരയിലും കടലിലും യുദ്ധം ചെയ്യാൻ കഴിയുന്ന ആംഫിബിയസ് യുദ്ധക്കപ്പൽ ഇറാൻ മേഖലയിലേക്ക് അയച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്നും കരുതുന്നവരുണ്ട്. ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുള്ള കുർദുകളെ ഉപയോഗിച്ച് ആക്രമണം നടത്താനായിരുന്നു ആദ്യം അമേരിക്ക ശ്രമിച്ചത്. ഇറാന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരാണ് കുർദുകൾ. അവർക്ക് പിന്തുണ നൽകാനാണ് അമേരിക്കൻ സൈനികരും ഇറാനിൽ എത്തുന്നത് എന്നും ചില വിലയിരുത്തലുകളുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നെതന്യാഹുവിന്റെ മറ്റൊരു വീഡിയോ വീണ്ടും വിവാദങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. ഇത് AI വീഡിയോ ആണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്. നെതന്യാഹുവിന്റെ വീടിന് മുകളിൽ ഇറാൻ ബോംബിട്ടുവെന്നും മറ്റൊരു ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു മന്ത്രി കൊല്ലപ്പെട്ടുവെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നിരുന്നു. എന്നാൽ കോഫി കുടിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് താൻ ജീവനോടെയുണ്ടെന്ന് തെളിയിക്കുകയാണ് നെതന്യാഹു. തന്റെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തിയെയും നെതന്യാഹു പരിഹസിക്കുന്നു. കോഫി വളരെ ഇഷ്ടമാണ് എന്നോ മരണം വരെയും കോഫി കുടിക്കും എന്നോ അർത്ഥം വരുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഐ ആം ഡെഡ് ഫോർ കോഫി എന്നാണ് നെതന്യാഹു വീഡിയോയിൽ പറയുന്നത്. ഞാൻ എന്റെ ജനങ്ങൾക്ക് വേണ്ടി മരിക്കും എന്നും പറയുന്നു. ഈയിടെ പുറത്തു വന്ന ചിത്രത്തിൽ നെതന്യാഹുവിന് ഒരു കൈയിൽ 6 വിരലുകൾ ഉള്ളതായി കണ്ടുവെന്നും അത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രമാണ് എന്നും ചില കമന്റുകൾ വന്നിരുന്നു. അതായത് നെതന്യാഹുവിന്റെ വിരലുകൾക്ക് പരിക്കേറ്റുവെന്നും അത് മറയ്ക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചിത്രം തയ്യാറാക്കിയെന്നുമായിരുന്നു പലരും പറഞ്ഞത്. അത് ശരിയല്ലെന്ന് കാട്ടാൻ നെതന്യാഹു 2 കൈകളും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലേതുപോലെ വിരലുകൾ കാണണമോ എണ്ണണമോ എന്നും നെതന്യാഹു ചോദിക്കുന്നുണ്ട്. ഇതോടെ നെതന്യാഹുവിനെ കുറിച്ചുള്ള അഭ്യൂഹം അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. പുതിയ വീഡിയോയിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയാണ് നെറ്റിസൻസ്. ഇത് AI സൃഷ്ടിച്ചതാണ് എന്ന് ചിലർ പറയുന്നു. സമൂഹ മാധ്യമമായ എക്സിന്റെ, അതായത് ട്വിറ്ററിന്റെ പുതിയ രൂപമാണ് എക്സ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. എക്സിന്റെ ഫേക്ക് വീഡിയോകൾ കണ്ടെത്തുന്ന ഗ്രോക്ക് സംവിധാനത്തിൽ ചോദിച്ചപ്പോൾ നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ AI ഉപയോഗിച്ചുള്ളതാണ് എന്ന് പറഞ്ഞതായി മിസ്റ്റർ വെയിൽ എന്ന അക്കൗണ്ടിൽ പറയുന്നുണ്ട്. വീഡിയോയിൽ പല പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടുന്നു ഗ്രോക്ക്. കോഫി ഷോപ്പ് മുതൽ അവിടെ വെച്ചിരിക്കുന്ന ഷോ പീസുകളിൽ വരെ അസ്വാഭാവികത ഉണ്ടെന്ന് ഗ്രോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് വരെ പൊതു ഇടത്തിൽ കാണുന്ന തരത്തിലല്ല നെതന്യാഹു ഈ വീഡിയോയിൽ ഉള്ളത് എന്നും ഗ്രോക്ക് പറയുന്നതായാണ് മിസ്റ്റർ വെയിലിന്റെ അക്കൗണ്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു അക്കൗണ്ടിൽ മക്വാലിസ് എന്നയാൾ പറയുന്നത് വീഡിയോ സ്ലോ ആക്കിയാൽ നെതന്യാഹുവിന്റെ കോട്ടിന്റെ പോക്കറ്റ് ഭാഗത്ത് വീഡിയോയിൽ ചില പ്രകാശ വ്യത്യാസങ്ങൾ കാണാമെന്നാണ്. കൈ അനങ്ങുമ്പോഴും നെതന്യാഹുവിന്റെ കൈയിലെ കോഫിക്ക് വ്യത്യാസമുണ്ടാകുന്നില്ല.
ഇസ്രയേലിന്റെ കൈവശം ഏറ്റവും മികച്ച AI സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ ഇത് AI ആണെന്ന് തോന്നുന്നു എന്നും മാറ്റ് വാലസ് പറയുന്നുണ്ട്. വീഡിയോ ഒറിജിനലാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഇത് കൂടുതലും ഇസ്രയേലിൽ നിന്നുള്ളവരാണ് എന്നത് യാദൃച്ഛികമല്ല എങ്കിൽ പോലും. കോഫിയുടെ പതയുടെ അനക്കം ഭൗതികശാസ്ത്രത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് എന്നതിനെ മാരിയോ നോഫാൽ എന്ന അക്കൗണ്ട് ഖണ്ഡിക്കുന്നു. അത് ക്യാമറ ആംഗിൾ കാരണം തോന്നുന്നതാണ്. ക്യാമറയിലെ ഓട്ടോ ഫോക്കസ് സംവിധാനം കാരണമാണ് കോഫി ഷോപ്പിലെ രജിസ്റ്ററിന് കൂടുതൽ തെളിമ അനുഭവപ്പെടുന്നത്. കോഫി ഷോപ്പിലെ രജിസ്റ്ററിൽ 2026 എന്ന് കാണുന്നത് എഡിറ്റ് ചെയ്തതാണ് എന്നും 2024 ശരിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും മാരിയോ നോഫാൻ പറയുന്നുണ്ട്. നെതന്യാഹുവിന്റെ വീഡിയോ ഫേക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഇത് സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് എന്നും മാരിയോ നോഫാൽ വാദിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ തർക്കം തുടരുമ്പോഴും വീഡിയോ എപ്പോൾ എവിടെ വെച്ച് പകർത്തിയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. സ്റ്റുഡിയോകളിൽ പച്ച മാറ്റിട്ട് ചെയ്യുന്ന ക്രോമ ഷൂട്ടാണെന്നും ചിലർ വാദിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ പകർത്തിയാൽ പശ്ചാത്തലം ഏതുമാകാം, അത് യുദ്ധക്കളമാകാം, കോഫി ഷോപ്പുമാകാം എന്നൊക്കെയാണ് നെറ്റിസൻസ് പറയുന്നത്. സയനിസ്റ്റ് ക്രിമിനൽ പ്രധാനമന്ത്രി മരണത്തിന് കീഴ്പ്പെടുകയോ കുടുംബത്തോടൊപ്പം അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്തുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിൽ പറഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുരക്ഷയെ കരുതി വെളിപ്പെടുത്താത്ത പ്രദേശത്ത് നിന്ന് നെതന്യാഹു വീഡിയോ ഷൂട്ട് ചെയ്തു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ.